ആരത്? അരെ പ്രഭു ये क्या हुआ? ഞാൻ ഈ വാഴേന്റെ സൈലം നോക്കുമായിരുന്നു. വാഴയ്ക്ക് സൈലം ഉണ്ട്? പിന്നെ സൈലം കേട്ടിട്ടില്ല? സൈലം എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ വാഴയുടെ സൈലം കേട്ടിട്ടുണ്ട്. എന്നാ പറ സൈലം എന്താണ്? സൈലം എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം PSC എന്താണെന്ന് അറിയണം. മൻസൂർ അലി സാർ എന്താണെന്ന് അറിയണം. ഈ കേരളത്തിൽ PSC പഠിക്കുന്നവർ ആർക്കെങ്കിലും അറിയാതിരിക്കും സൈലം എന്താണെന്ന്? അതൊക്കെ ആ സൈലം ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. ഈ സൈലം എന്താന്ന് പറ. അതറിയില്ല. എന്നാ ഇങ്ങോട്ട് മാറി. ഓ, ഞാൻ പറഞ്ഞുതരാം എന്താ സൈലം എന്നുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് സസ്യങ്ങളിൽ കാണുന്ന സംവഹന കലയായിട്ടുള്ള സൈലത്തെ കുറിച്ചാണ്. കേട്ടിട്ടുണ്ടോ? സസ്യങ്ങളിലെ സംവഹന കല എന്ന് വെച്ചാൽ ഈ വേരില്ലേ, വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഒക്കെ ഇതാ ഈ തണ്ടില്ലേ, കാണ്ഡം, ഇതിൽ കൂടെ കൊണ്ടുപോയി ഇലകളിൽ എത്തിക്കുന്ന സംവഹന കലയായ സൈലത്തെ കുറിച്ച്. ഓക്കെ. ഈ സൈലത്തിന് നമ്മൾ സങ്കീർണ കല എന്നാ പറയാ. എന്തുകൊണ്ടാ സങ്കീർണ കല എന്ന് പറയുന്നത് മനസ്സിലായ? സങ്കീർണം, കോംപ്ലക്സ് ആയിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ ഈ സൈലത്തിൽ കാണപ്പെടുന്ന, ഈ കലയിൽ കാണപ്പെടുന്ന 4 തരം കോശങ്ങളുണ്ട്. 4 ആൾക്കാരും 4 തരമാണ്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ ചേർന്നുണ്ടാവുന്ന കലയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സങ്കീർണ കല അഥവാ കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയും. ക്ലിയർ? ഒരു ഡൗട്ട് വെച്ചോട്ടെ. പറഞ്ഞോ. ഈ ജലവും ലവണവും ഒക്കെ ഇതിൽ എത്തിയിട്ട് ഇതെന്ത് കാട്ടാനാണ്? ഇലയോ? ഇലയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ജലവും ലവണവും ഇവിടെ എത്തും. സൂര്യപ്രകാശം വലിച്ചെടുക്കാൻ ഇലയിൽ എന്തുണ്ട്? ഹരിതകം ഇല്ലേ? പച്ച നിറത്തിൽ കാണുന്ന വർണ്ണവസ്തുവായ ഹരിതകമുണ്ട്. അതിന്റെ കൂടെ ഇലേന്റെ ഒക്കെ അടിയിൽ ഇങ്ങനെ സുഷിരങ്ങൾ ഉണ്ടാവും. സ്റ്റൊമാറ്റ, ആസിരന്ധ്രം എന്നതിന് പറയാം. അതിൽ കൂടെ അവർ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡും ഈ ജലവും ലവണവും സൂര്യപ്രകാശം ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവരങ്ങ് ആഹാരം നിർമ്മിക്കും. ആ പരിപാടിന്റെ പേരാണ് ഏത്? നമ്മളെ പ്രകാശ സംശ്ലേഷണം കേട്ടിട്ടുണ്ടാവില്ല എവിടെയെങ്കിലും? ഫോട്ടോസിന്തസിസ് എന്ന് പറയും. അങ്ങനെ ഇവര് ആഹാരം ഉണ്ടാക്കും. ഇലകളിൽ വെച്ചിട്ടാണ് ആഹാരം നിർമ്മിക്കുക. അല്ല, ഈ ആഹാരവും സൈലം കൊണ്ടുപോകും എങ്ങോട്ട്? അല്ല, അറിയില്ല. എല്ലാ ഭാഗത്തേക്കാണ്. ഇലയിൽ ഉണ്ടാക്കുന്ന ആഹാരത്തിനെ കൊണ്ടുപോവാൻ സൈലം വരൂല, അവിടെ വേറൊരാൾ വരും. ഫ്ലോയം. ഓക്കെ. സൈലം പോലെ വേറൊരു സംവഹന കലയുണ്ട്, ഫ്ലോയം. സൈലം എപ്പോഴും താഴേന്ന് ഇതാ ഇങ്ങനെ മുകളിലേക്കാണ് സൈലത്തിന്റെ യാത്ര, ഫ്രം റൂട്ട് ടു അപ്പെക്സ്. ഓക്കെ. അപ്പൊ ഇവിടെ ഫുഡ് ഉണ്ടാക്കിയ ഫുഡിന് എല്ലാ ഭാഗത്തേക്കും, ആഹാരത്തിന് എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകാൻ ആരാ? ഫ്ലോയം. അപ്പൊ സസ്യങ്ങളിൽ കാണപ്പെടുന്ന 2 പ്രധാനപ്പെട്ട സംവഹന കലകളാണ് സൈലവും ഫ്ലോയവും. ഓക്കെ. ഇനി അത് മറന്നു പോവെങ്ങനാണെങ്കിൽ ഓർമ്മയ്ക്ക് എങ്ങനെ? ഫുഡ്, ഫ്ലോയം, അങ്ങനെ ആലോചിച്ചാൽ മതി. പിന്നെ സൈലം, നമ്മളെ സൈലം എപ്പോഴും താഴേന്ന് മുകളിലേക്കാണ് യാത്ര, ഫ്രം റൂട്ട് ടു അപ്പെക്സ്. മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണ്ണട എടുത്ത് വെച്ചോ. കിട്ടോ? വേണ്ടായിരുന്നു, തെറ്റിദ്ധരിക്കണ്ടായിരുന്നു. പാവം കുട്ടി.